അത് കഴിഞ്ഞൊരു വന്നു കണ്ടു പോയി. എന്നിട്ട് പോലും മൃദുലയെടുത്തൊരു വാക്ക് കുഞ്ഞിനെ എടുത്തു. പേവാർഡില് വന്നു, ഡെലിവറി കഴിഞ്ഞ് ഞാനും കുഞ്ഞും പേവാർഡിൽ വന്ന ടൈമില് കുഞ്ഞിനെ ബെഡിൽ എടുത്തേക്കാണ്. ഞാൻ ജസ്റ്റ് ബാത്റൂമിൽ പോയിട്ട് വന്ന് കട്ടിലിരിക്കുകയാണ്. അവര് മൂന്നുപേരും റൂമിൽ കയറി കട്ടിലെടുത്ത് പോയി കുഞ്ഞിനെ കണ്ടു. അമ്മ മാത്രം കുഞ്ഞിനെ ഒന്ന് എടുത്തു. അവര് നിന്നു. ലാസ്റ്റ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വെച്ച് അവർ പോയി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രവീൺ പ്രണവ് ചാനലിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ എനിക്ക് ഈ അടുത്തിടെയാണ് ഇവരുടെ ചാനലിനെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ളതൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവരുടെ വീഡിയോയിൽ അടുത്തിടെ പ്രവീണിൻ്റെ അച്ഛനെയും അമ്മയും സഹോദരൻ കൊച്ചുവിനെയും ഒന്നും കാണാനില്ല. ഇവരൊക്കെ കൂടിയാണ് സാധാരണ വീഡിയോയിൽ വരാറുള്ളത്. അതുപോലെ പ്രവീണിൻ്റെ ഭാര്യയായ മൃദുലയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലും ഇവരെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണെന്നും അതുപോലെ തന്നെ എല്ലാവരും ഇതൊക്കെ സംശയിച്ചു. പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാനായിട്ട് തുടങ്ങി. പ്രവീൺ ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊച്ചു, അമ്മ, അച്ഛൻ എല്ലാവരും എവിടെ? ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിലൊന്നും. ഇനി എൻ്റെ ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം. ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാതെ. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. ആളുകൾക്കെല്ലാം എന്താണ് സംഭവം എന്ന് അറിയുവാനായിട്ട് വലിയ ആകാംക്ഷയായിരുന്നു. ഇവിടെ പ്രവീൺ പറയുന്നത് പോലെ തന്നെ അവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമേ നമ്മളെയൊക്കെ കാണിക്കാറുള്ളൂ. പലരും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, എന്തൊരു അടിപൊളി ജീവിതവും കുടുംബവുമൊക്കെയാണ് ഇവരുടേത്. നമ്മൾക്കും ഉണ്ടല്ലോ ഒരു കുടുംബം, ഒന്നിനും കൊള്ളാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്ന്. അപ്പോൾ റീൽസുകൾ എല്ലാം കാണുമ്പോഴേക്കും പലരും അത് റിയാലിറ്റിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതുപോലെ അടിപൊളിയായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് കരുതുന്നവരും കുറവല്ല. ഇതുപോലുള്ള ഒരു ജീവിതം നമ്മൾക്കും കിട്ടിയില്ലല്ലോ എന്ന് കൊതിക്കാത്തവരുമായിട്ടും ആരുമില്ല. അത് വളരെ വിരളമായിട്ടുള്ള ആളുകളെ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കിയാൽ സാധാരണ മിക്ക കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മുടെ കുടുംബമായിട്ടുള്ള യാത്ര, സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ, എൻ്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ്. അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്നതെന്നും ഇതുവരെയായിട്ട് നമുക്കും വിഷമങ്ങളുണ്ട്. നമ്മളൊരു കുടുംബമാകുമ്പോൾ ഏത് കുടുംബം, നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ, വിഷമങ്ങൾ ഉണ്ടാവാറില്ലേ, ദുഃഖങ്ങൾ ഉണ്ടാവാറില്ലേ? നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കാറ്? അല്ല, എല്ലാവരുടെയും കുടുംബത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ എൻ്റെ കുടുംബത്തിനുണ്ട് പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. മാറട്ടെ. ആൾക്കാർ വിളിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം. കമന്റ് ബോക്സ് ആണ് അത്. കമന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത്. ഒരാളെ വിമർശിക്കാം, അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്തും ആയിക്കോട്ടെ, വിമർശിക്കാം, എല്ലാം പറയാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അതൊരു അതിരുവിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. അത് പേഴ്സണലി നമ്മളെ ഒരുപാട് ഡ്രോമയിലാക്കാം, ഒരുപാട് വിഷമത്തിലാക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിലൂടെ ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. പക്ഷെ അതുപോലും നേരാൻ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ്. അത് വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എന്റെ ഈ ഒരു ഇപ്പം ലൈഫിലാണ് എനിക്ക്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ചില നേരങ്ങളിൽ സ്നേഹം കൊണ്ട് എല്ലാവരും നമ്മളെ പൊതിയുമ്പോഴേക്കും പലപ്പോഴും അവർ നമ്മളെ പെട്ടെന്ന് തന്നെ തള്ളി പറയാനും മടിക്കാറില്ല. ഹേറ്റ് കമൻസും ഒക്കെ ധാരാളം വരാറുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കിടയിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ ഇതൊന്നും ആർക്കും താങ്ങാനാവില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവരും കൂടെ നിൽക്കണമെന്ന് പ്രവീൺ അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ശേഷം വീഡിയോയുടെ ബാക്കി കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു കയറിയ പെൺകുട്ടിയുടെ തലമണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണ് പ്രശ്നം എന്നൊന്നും നേരെ ചൊവ്വേ അറിയാതെ തന്നെ പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്. അതുപോലെ ഈ കാര്യവും ഇവിടെയുള്ള പ്രശ്നങ്ങളും ഒട്ടും വ്യത്യാസമില്ല. ആളുകൾക്കൊക്കെ അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ് പരത്തുന്നതിൽ നല്ല താല്പര്യമുള്ളതായിട്ട് തന്നെയാണ് കമൻസൊക്കെ നോക്കുമ്പോഴേക്കും തോന്നുന്നത്. വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കുറച്ചുകൂടി കണ്ടിട്ട് തിരിച്ചു വരാം. അത് കമന്റ് ബോക്സിലും കാണാറുണ്ട്. അതൊക്കെ എന്ത് വൃത്തികെട്ട ചിന്താഗതിയെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നീട് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. പിന്നെ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഭർത്താവ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മൃദുലയ്ക്ക് സംഭവിച്ചതും. വീഡിയോയുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടെ കാണാം.
ആവുന്നില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് 2024 നമ്മളിപ്പം ജീവിക്കുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്ത് വന്നാലും വന്നു കയറിയ പെണ്ണിന്റെ തലയിൽ വെക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ വന്നിട്ടല്ലേ എല്ലാരും എന്നെ അറിയുന്നതും. സ്വന്തം പ്രശ്നങ്ങൾ അവരവരുടെ വീട്ടിൽ തന്നെ ഒതുക്കി നിൽക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് പബ്ലിക്കായിട്ടൊക്കെ ഓരോന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തുറന്ന് പറയുമ്പോഴേക്കും പല പ്രശ്നങ്ങളും അത് വരുത്തി വയ്ക്കും. കുറച്ചു കാര്യങ്ങളെങ്കിലും സ്വന്തമായിട്ട് ഒതുക്കി വെക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. ഫാമിലി മാറ്റേഴ്സൊക്കെ ഇങ്ങനെ പബ്ലിക് ആകുമ്പോഴേക്കും കുറേ ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ധാരാളം പേര് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. മൃദുല വന്നതിന് ശേഷം മൃദുലയും കൂടി ഇതിൽ വളരെയധികം ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നു ഇവരുടെ ചാനലിൽ. പിന്നീട് മൃദുല പ്രഗ്നൻ്റായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ചാനലിൽ വന്ന വീഡിയോസിൽ ഒക്കെ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും പ്രണവ് എന്ന് പറയുന്ന കൊച്ചുമൊക്കെ ഇതിൽ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ ശ്രദ്ധിച്ചിട്ട് ഒരുപാട് ആകാംക്ഷാഭരിതരായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ പ്രവീണിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു ആദ്യം വന്നത്. അതിൽ ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്ന് വ്യക്തമായിട്ട് പ്രവീൺ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആണ് ആളുകൾ അപ്പോൾ ഓരോന്ന് സംശയിക്കുവാനായിട്ട് തുടങ്ങി. പിന്നെ ഇതിന് മറുപടിയായിട്ട് പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അനിയനുമൊക്കെ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ സ്വന്തം ഭാഗത്തുള്ള ന്യായങ്ങളൊക്കെ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നത്. സാധാരണ പല തരത്തിലുള്ള വീഡിയോസ് ഇവിടെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ചുരുക്കം ചില സമയം ഇതുപോലെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഇവരിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലെ പ്രൈവസി ബ്രേക്ക് ചെയ്തിട്ട് ധാരാളം വീഡിയോസുമായിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്ന് അതിൻ്റെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാതെ വീട്ടിൽ തന്നെ അത് ചർച്ച ചെയ്തിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താതെ ഇവർ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഓപ്പണായിട്ട് പറയുമ്പോഴേക്കും അത് കാരണം ധാരാളം ബുദ്ധിമുട്ടുകൾ അത് ക്ഷണിച്ചു വരുത്തുന്നു. ഇത് കണ്ടിട്ട് ആൾക്കാർ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞ ഭാഗം അതൊരു വിവാദമാക്കി തന്നെ മാറ്റി പലരും പറയുകയും ചെയ്തു പ്രവീണിൻ്റെ അടുത്ത് ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട്. പക്ഷേ അത് പ്രവീൺ അങ്ങനെ ചെയ്തില്ല. അത് കാരണം ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ഇനി പ്രവീണിൻ്റെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല. ഇതൊക്കെ വീട്ടിൽ വെച്ച് തീർക്കേണ്ട പ്രശ്നങ്ങളായിരുന്നിരിക്കാം ഒരു പക്ഷേ. അത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഇത് കാരണം പ്രവീണിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അതിന് അവരെന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ്. അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണാണ്. പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത്. ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. പിന്നെയും എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടിടുക. ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കുക. മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല. അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഞാൻ ഒരു 1.5 മാസമായിട്ട് അമ്മയോട് ചോദിച്ചു, ഇവിടെ ചോദിച്ചു, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല. ഞാൻ ഇത് പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എന്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ വിടും എല്ലാം.
മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സാധാരണമാണ്. പക്ഷേ വീടിനുള്ളിൽ തീർക്കുന്നതിന് പകരം അത് ലോകത്തിൻ്റെ മുമ്പിൽ മൊത്തം കൊണ്ടുവരുമ്പോഴേക്കും അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഒരു സൈഡിൽ നിന്ന് അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോവുമായിട്ട് പ്രവീൺ വരുന്നു. അതിന് മറുപടിയായിട്ട് പ്രവീണിൻ്റെ അച്ഛനും അമ്മയും തിരിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഇട്ട വീഡിയോയ്ക്ക് പ്രവീൺ പിന്നെയും തിരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ എന്താണെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ആരാന്റെ മോനെ പോലെ അല്ലെങ്കിൽ ഏതോ ഒരാളെ പോലെ വന്നു നിന്നു. അവിടെ വന്ന് നിന്നിട്ട് അങ്ങ് പോവുകയാണ് ഉണ്ടായത്. പോയപ്പം പോലും എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഈ കിടന്ന് ഓടുന്നത് അവരെ മുന്നിൽ കണ്ടിട്ട് പോലും എൻ്റെ അനിയൻ പോലും എൻ്റെ അടുത്തൊന്നും നിന്നില്ല. കാരണം നിനക്കെന്തെങ്കിലും ചെയ്തു തരണോ, നിനക്കെന്തെങ്കിലും വേണോ, ഞാൻ ഇവിടെ നിൽക്കണോ എന്ന് പോലും എൻ്റെ അനിയൻ പോലും എന്നോട് ചോദിച്ചില്ല. ഈ കാര്യവും ഞാൻ ഒരിക്കലും മരണം വരെയും കൊടുക്കത്തില്ല. നിങ്ങൾ ഓരോരുത്തരും ഒന്നിക്കണോ എന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. എന്നിട്ട് പോലും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പിണക്കം മാറ്റാൻ വേണ്ടി മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ആരാൻ്റെ പോലെ അങ്ങനെ വന്നു നിന്നു കണ്ടു പോയി. ഒന്നും എന്നെ തിരിച്ച് വീട്ടിലോട്ട് വിളിക്കുമോ, എടാ നീ വീട്ടിൽ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വാങ്ങുന്നു. കാരണം എനിക്കിന്ന് ഡ്രസ്സ് പോലും മാറാനായിട്ട് ഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല കൈസ്. ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ഇറങ്ങി പോയല്ലേ. അതുകൊണ്ട് എൻ്റെ ഒന്നും ഇല്ല. ഞാൻ ആകെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ ഒരു മൃഗത്തിലൂടെ ഡെലിവറി ടൈമിൽ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നത്. അത് അങ്ങനെയൊക്കെ ആയി. പിറ്റേന്നായപ്പോൾ കുഞ്ഞ് ജനിച്ചു. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, കുഞ്ഞ് ജനിച്ചു. അങ്ങ് ജീവിതത്തിൽ ഇണക്കവും പിണക്കവും സാധാരണമാണ്. അത് ഇല്ലാത്ത കുടുംബങ്ങളില്ല. അത് കുറച്ച് കഴിയുമ്പോഴേക്കും തനിയെ മാറും. കുഞ്ഞ് ജനിച്ചതിന് ശേഷം പതുക്കെ കാലക്രമേണ ഇതൊക്കെ അലിഞ്ഞ് ഇല്ലാതെ ആയി. അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാലം തീർച്ചയായിട്ടും വരും. രണ്ട് കൂട്ടരും തെറ്റ് കണ്ടുപിടിച്ചിട്ട് തിരുത്തുവാനായിട്ട് ശ്രമിച്ചാൽ അത് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് വീഡിയോയിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ട് പക്ഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള കാരണങ്ങൾ എന്തു തന്നെ ആയാലും ഇത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇത് മൊത്തത്തിലൊരു വലിയ പ്രശ്നമാക്കാതെ അത് രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ രണ്ട് വിഭാഗക്കാർ പറയുന്നതും എല്ലാവരും കേട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇത് കണ്ടിട്ട് എന്നുള്ളത് തുറന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുവാനായിട്ട് മടിക്കരുത്. കാരണം ഇതുപോലെയുള്ള കുടുംബ പ്രശ്നങ്ങൾ ധാരാളം ഇതിനു മുമ്പും വീഡിയോസ് വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതൊക്കെയും. ഇത് കൂടുതൽ വഷളാകാതെ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ പഴയതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒന്നായിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വേറെ ഒരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.